നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ശബ്ദപ്രചരണം ഇന്നലെ ഏപ്രിൽ 24 ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് അവസാനിച്ചു. ഇനി മുന്നണികളുടെ നിശബ്ദ പ്രചരണവും വോട്ട് സ്ലിപ്പുകളുടെ വിതരണവും ഇന്നു മുതൽ നടക്കും. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ നടന്ന കൊട്ടിക്കലാശം ചെറുപൂരങ്ങളായി മാറിയിരുന്നു. സംഘർഷം ഒഴിവാക്കാനായി മുന്നണികൾക്ക് വിവിധ കേന്ദ്രങ്ങളിലാണ് കൊട്ടിക്കലാശം നടത്താൻ പോലീസും ഇലക്ഷൻ കമ്മീഷനും അനുവാദം നൽകിയിരുന്നത്. എങ്കിലും ചില സ്ഥലങ്ങളിൽ സംഘർഷമുണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അരൂർ ബൈപ്പാസ് കവല കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശത്തിൽ അരൂർ MLA ദലീമ ജോർജ് അടക്കം നിരവധി പേർ പങ്കെടുത്തു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ദേശീയ ജനാധിപത്യ മുന്നണിയുടെയും കൊട്ടിക്കലാശം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നതായി റിപ്പോർട്ടുണ്ട്. NDAയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമാപന സമ്മേളനത്തിൽ ആലപ്പുഴയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പങ്കെടുത്തു. NDAയുടെ സഖ്യം भाइयों और बहनों, दुनिया में कम्युनिस्ट समाप्त हो गए हैं, देश में भी कम्युनिस्ट समाप्त हो गए हैं और कांग्रेस देश में समाप्त हो गई है. കമ്മ്യൂണിസം അസ്തമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ രാജ്യത്തും അസ്തമിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് അസ്തമിച്ചിരിക്കുകയാണ്. തീർത്ഥം താഴെ കളഞ്ഞിട്ട് ഈ വെള്ളമൊന്നും ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞ ഇവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി രാധാകൃഷ്ണന്റെ തറവാട്ട് വക സ്വത്തല്ല ഈ അമ്പലങ്ങളിലെ ഭണ്ഡാരപ്പട്ടിയിൽ കിടക്കുന്ന പണം. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട കൊട്ടിക്കലാശവും നടന്നു. LDFന്റെ അഡ്വക്കേറ്റ് AM ആരിഫും UDFന്റെ KC വേണുഗോപാലും NDAയുടെ ശോഭാ സുരേന്ദ്രനുമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ 2014 UDFും LDFും തമ്മിൽ നേരിട്ടായിരുന്നു മത്സരം. UDFന്റെ KC വേണുഗോപാൽ 4,62,525 വോട്ടോടെ പോൾ ചെയ്തതിൻ്റെ 46.31% 19,407 വോട്ടുകൾ ഭൂരിപക്ഷം നേടി വിജയിച്ചു. അന്ന് UDFന് മുൻപത്തേക്കാൾ 5.31% വോട്ട് നഷ്ടമായതായി കണക്കുകൾ കാണിച്ചു. LDFന്റെ CB ചന്ദ്രബാബു 4,43,118 എന്ന രീതിയിൽ 44.37% വോട്ടാണ് നേടിയത്. അന്ന് LDFന് 0.90 വോട്ടുകൾ നഷ്ടമായതായി കണക്കുകൾ കാണിച്ചു. 3-ാം സ്ഥാനത്ത് വന്നത് RSPBയുടെ താമരാക്ഷൻ 43,051 വോട്ടോടെയായിരുന്നു. 4.31% വോട്ട് അദ്ദേഹം നേടി. NDA 2014 മത്സരരംഗത്തില്ലായിരുന്നു. 2019 അഡ്വക്കേറ്റ് AM ആരിഫ് 4,45,981 വോട്ടോടെ 40.96% വോട്ട് നേടി 10,474 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അന്ന് 3.41% വോട്ട് മുൻകാലത്തേക്കാൾ LDFന് നഷ്ടമായതായി കണക്കുകൾ കാണിച്ചു. 2-ാം സ്ഥാനത്ത് വന്ന ഷാനിമോൾ ഉസ്മാൻ 4,35,496 വോട്ടോടെ 40% വോട്ട് കരസ്ഥമാക്കി.
UDF 6.31% വോട്ട് നഷ്ടമായതായി കണക്കുകൾ കാണിച്ചു. 3-ാം സ്ഥാനത്ത് വന്ന BJPയുടെ ഡോക്ടർ KS രാധാകൃഷ്ണൻ 1,87,729 വോട്ടോടെ 17.24% വോട്ട് നേടി NDAയുടെ ആദ്യ മത്സരം ശ്രദ്ധേയമാക്കി. BJPയിലേക്ക് ഒഴുകുന്ന വോട്ടുകൾ രണ്ട് മുന്നണികൾക്കും നിർണായകമാണ് എന്നാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. 3 മുന്നണികളും വിജയപ്രതീക്ഷയോടെ ആവേശത്തിലാണ്. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.